ഇവിടെ വന്നിരിക്കുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. പരിപ്പ് കറിക്ക് ആവശ്യമായി പരിപ്പ് ഞാനിവിടെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉള്ളി, ഇവിടെ 3 ഉള്ളി എടുത്ത് വെച്ചിട്ടുള്ളൂ, 2 പച്ചമുളക്, നല്ല ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഞാനിവിടെ 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുക. നമുക്ക് താളിക്കാൻ വേണ്ടി വറ്റൽമുളകും വേണം, കറിവേപ്പിലയും വേണം, പിന്നെ വെളിച്ചെണ്ണയും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് എടുത്തിടാവേ. എന്നിട്ട് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഉപ്പും ആവശ്യത്തിന് ചേർത്താൽ മതി. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. അത് നകയ്ക്ക് ഒഴിക്കണം വെള്ളമേ. ഞാനിവിടെ ഫുൾ ഫ്ലെയിമിലിട്ട് 1 ഫിസിലും ലോ ഫ്ലെയിമിലിട്ട് 3 ഫിസിലുമാണ് അടുപ്പിക്കുന്നത്. നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, നല്ല ജീരകം. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പം നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അത് കഴിഞ്ഞാൽ നമുക്ക് താളിച്ചൊഴിക്കാം. അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണിത്. ഞാനിവിടെ കറി താളിച്ചൊഴിക്കുന്നുണ്ട്. ചിലയിടത്ത് താളിച്ചൊഴിക്കത്തില്ല, നെയ്യ് മാത്രം ഇട്ട് ഇറക്കിയെടുക്കും. ഞാൻ ഇവിടെ താളിക്കുന്നുണ്ട്. എനിക്കതാണ് ഇഷ്ടം കേട്ടോ. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ താളിച്ചതാണ്. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള പരിപ്പ് കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.